ഒരു ദിവസം അതിരാവിലെ പുലർച്ചെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാനിൽ സ്ഫോടനങ്ങൾ ആരംഭിച്ചു. ഇറാനിലുടനീളം റഡാർ സ്റ്റേഷനുകളും സൈനിക കേന്ദ്രങ്ങളും ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിന് കാരണം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി അവരുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആദ്യ എയർ അറ്റാക്ക് ഇറാൻ എന്ന രാജ്യത്തിന്റെ മേൽ ആരംഭിച്ചതുകൊണ്ടാണ്. ഇറാന്റെ എയർ ഡിഫൻസ് ബാറ്ററികൾ ആവുന്നത്ര ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വലിയ യുദ്ധം ആരംഭിച്ചുവെന്ന് ഇറാനിലെ നേതാക്കൾക്ക് മനസ്സിലായി. ടെഹ്റാൻ ഉടൻ തന്നെ പ്രതികരിച്ചു. ഇറാനിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി തുടങ്ങി. അതായത് യുദ്ധം നീണ്ടുപോയാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കപ്പെടാം. കൂടാതെ പേർഷ്യൻ ഗൾഫിലുടനീളം എനർജി ക്രൈസിസ് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി അമേരിക്കയും ഇസ്രായേലിനെ ഒറ്റയ്ക്ക് നേരിടുമെന്നാണ് ലോകം കരുതിയത്. പക്ഷേ ലോകം കണ്ടത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ആക്രമിക്കുന്ന ഇറാനെയാണ്. ഇത് ലോകത്തിന്റെ ആഗോള ഊർജ്ജ സംവിധാനത്തെ തന്നെ ഭീഷണിപ്പെടുത്തി. വർഷങ്ങളായി വാർ അനലിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ ഒരിക്കലും ഇത്തരം ഒരു നിമിഷത്തെ ഒറ്റയ്ക്ക് നേരിടില്ല എന്ന്. ഇറാനെ പൊതുവെ കണക്കാക്കിയിരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വെല്ലുവിളിക്കുന്ന മറുചേരിയിലുള്ള ശക്തികളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. ആ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരുന്നത് റഷ്യയും ചൈനയും കൂടാതെ അമേരിക്കയുടെയും അതിന്റെ കൂട്ടാളികളുടെയും എതിരായ രാജ്യങ്ങളും മറ്റ് സർക്കാരുകളും അടങ്ങിയ അലയൻസ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രത്യക്ഷപ്പെടേണ്ടുന്ന സമയം ഇപ്പോഴായിരുന്നു. കാരണം ഇവിടെ അമേരിക്ക ഇസ്രായേലും ചേർന്ന് ആ കൂട്ടായ്മയിലെ ഒരു അംഗത്തെ ആക്രമിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ എല്ലാവരും കരുതിയിരുന്നത് ലളിതമായിരുന്നു, മോസ്കോയും ബെയ്ജിങ്ങും അവരുടെ പങ്കാളിയെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ മുന്നോട്ട് വരും. എന്നാൽ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു. റഷ്യൻ വിമാനങ്ങളൊന്നും ആ പ്രദേശത്തേക്ക് കടന്നു വന്നില്ല. അതായത് ഒരു വിമാനവും ഇറാനെ സഹായിക്കാൻ കടന്നു വന്നില്ല. ചൈനയുടെ നാവികസേനയും അവരുടെ സൈന്യത്തെ ഇറാന് വേണ്ടി വിന്യസിച്ചില്ല. തൽഫലമായി യുദ്ധം ഒറ്റയ്ക്ക് നേരിടുന്ന ഇറാനെയാണ് പിന്നീട് നാം കാണുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് കുറച്ചു മുമ്പ് തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലെ വാർ അനലിസ്റ്റുകൾ ഒരു പുതിയ വാർ ടൈം ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു, ആക്സിസ് ഓഫ് അപ്ഹീൽ എന്ന് പറയും അതിന്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ടൈം വാർ അനലിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യപ്പെട്ടതെന്ന് അറിയാമോ? അതിന് കാരണം റഷ്യയും ചൈനയും ഇറാനും നോർത്ത് കൊറിയയും തമ്മിലുള്ള സഹകരണമാണ്. ഈ 4 രാജ്യങ്ങളും വെസ്റ്റേൺ നേഷനുകളോട് എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. റഷ്യയെ നോക്കിയാൽ റഷ്യ യുക്രൈനെതിരെ കഠിനമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചൈന ഇൻഡോ പസഫിക് മേഖലയിൽ കൂടുതൽ ശക്തമായ സ്വാധീനം പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഇറാൻ ആണെങ്കിൽ ഇറാൻ പ്രാദേശിക മലേഷ്യകളെയും മിസൈൽ പദ്ധതികളെയും ഉപയോഗിച്ച് അവരുടെ സ്വാധീനം അവരുടെ മേഖലയിൽ വർദ്ധിപ്പിക്കുന്നു. നോർത്ത് കൊറിയ ആണെങ്കിൽ അവരുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വാർ അനലിസ്റ്റുകൾ ഇവയെല്ലാം മൊത്തമായി നോക്കിയപ്പോൾ ഈ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ വളരെ അപകടകരമായി അവർക്ക് തോന്നി. ഇതുകൂടാതെ ഈ 4 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം ആ വാർ അനലിസ്റ്റുകളുടെ ഇടയിൽ ഉള്ള ധാരണയെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ്. റഷ്യൻ സൈന്യം ഉക്രൈനെതിരെ ഇറാൻ രൂപകൽപ്പന ചെയ്ത് നൽകിയ ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചൈനയും റഷ്യയും പസഫിക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സംയുക്ത നാവിക പരിശീലനങ്ങൾ നടത്തുവാൻ തുടങ്ങി. അന്താരാഷ്ട്ര വേദികളിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് സഹകരണവും വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നിരീക്ഷകർക്കും ഇതൊരു പുതിയ ജിയോ പൊളിറ്റിക്കൽ ബ്ലോക്കിന്റെ ആദ്യഘട്ടം പോലെയാണ് തോന്നിയത്. പക്ഷേ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നത് അവ പരസ്പരം യുദ്ധങ്ങളിൽ സഹായിക്കാം എന്നുള്ളതിനൊരു ഉറപ്പല്ല. നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ 2 വേർഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് രാജ്യങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പുകളുണ്ട്, അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ അലയൻസുകളുമുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ അലൈ എന്ന് പറഞ്ഞാൽ അതൊരു തരം ബാധ്യതയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടായ്മ. അവരുടെ ആർട്ടിക്കിൾ 5-ൽ പറയുന്ന ഒരു കാര്യം, അവരുടെ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ അതെല്ലാവരെയും ആക്രമിച്ചതായി കണക്കാക്കപ്പെടും. പക്ഷേ റഷ്യ, ചൈന, ഇറാൻ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല ഇവിടെ കാണേണ്ടത്. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രതിരോധ ഉടമ്പടി ഇവിടെ ഇല്ല, ഒരു കമാൻഡ് ഘടന ഇല്ല എന്ന് സാരം. അതായത് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റൊന്ന് യുദ്ധത്തിൽ ചേരുമെന്ന ഉറപ്പൊന്നും ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ പാർട്ട്ണർഷിപ്പ് വേഴ്സസ് അലൈസ് എന്ന വാക്കിന്റെ വ്യത്യാസം വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. ഇറാനും റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നു, അതായത് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധ പ്രതിബദ്ധത ഇല്ലായിരുന്നു. ഇറാൻ സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയും മിഡിൽ ഈസ്റ്റും പേർഷ്യൻ ഗൾഫും തമ്മിലുള്ള സ്ഥലത്താണ്. ഈ രാജ്യത്തിന്റെ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിലൂടെയാണ് ലോകത്തിന്റെ എണ്ണയുടെ വലിയൊരു വിഭാഗം ദിവസേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വഴി നിയന്ത്രിക്കാൻ കഴിയുന്ന രാജ്യത്തിന് ആഗോള വിപണികളിൽ വലിയ സ്വാധീനം പുലർത്തുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു സാധ്യത കിടക്കുന്നതുകൊണ്ടാണ് ഇറാൻ എന്ന രാജ്യം ചൈനയുടെയും റഷ്യയുടെയും നോർത്ത് കൊറിയയുടെയും ഒരു പ്രധാന ജിയോ പൊളിറ്റിക്കൽ പങ്കാളി എന്ന തോന്നൽ വാർ അനലിസ്റ്റുകൾക്കിടയിൽ ഉണ്ടാക്കിയത്. വേറൊരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പുട്ടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യ പലപ്പോഴും അവരുടെ കൂട്ടാളികളെ പിന്തുണയ്ക്കാറുണ്ടെങ്കിലും സൈനികപരമായ ഒരു ആവശ്യം വന്നാൽ റഷ്യ അവരുടെ കൂട്ടാളികൾക്ക് സൈനിക പിന്തുണ കൊടുത്ത് സഹായിക്കാറില്ല. ഉദാഹരണം നോക്കിയാൽ അർമേനിയയെ അസർബൈജാൻ ആക്രമിച്ച സമയത്ത് അതുവരെ അർമേനിയയോട് കൂടെ നിന്നിരുന്ന റഷ്യ സൈനിക സഹായങ്ങൾ കൊടുക്കാതെ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെ പിന്നീട് സിറിയയിലും സംഭവിച്ചു. റഷ്യ ബാർ അൽ ആസാദിനെ പിന്തുണച്ചെങ്കിലും കൂടുതൽ സൈനിക സഹായങ്ങൾ കൊടുക്കുന്നതിന് പിന്നീട് താല്പര്യം കാണിച്ചില്ല. ഇത് റഷ്യയുടെ തന്ത്രമാണ്. വെസ്റ്റേൺ നേഷൻസിനെ എതിർക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കുക, പക്ഷെ അതിനായി സ്വന്തം സൈന്യത്തെ ബലി കൊടുക്കാതിരിക്കുക. ഇതാണ് എപ്പോഴും റഷ്യ എടുക്കുന്ന നയം.
അതുപോലെ ചൈനയുടെ സമീപനവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ചൈന പതിറ്റാണ്ടുകളായി ഒരു നയം പിന്തുടർന്നു വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കായി യുദ്ധത്തിലേക്ക് പോകില്ല എന്നത്. അതാണ് അവരുടെ നയം. ശരിക്കും പറഞ്ഞാൽ 1979 സിനോ വിയറ്റ്നാമീസ് വാറിന് ശേഷം ചൈന വലിയ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. ചൈന കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായും മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക, നിക്ഷേപിക്കുക, ദീർഘകാല സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ കാര്യങ്ങളാണ്. ചൈന ഇറാനുമായി അടുത്ത സാമ്പത്തിക ബന്ധം ഉണ്ടാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇറാനിയൻ എണ്ണ പ്രധാനമായും വാങ്ങുന്ന രാജ്യമായിരുന്നു ചൈന. ഇത് ചൈനയുടെ വലിയ പദ്ധതിയായി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ചൈനക്ക് ഇറാനേക്കാൾ കൂടുതൽ വലിയ പങ്കാളികൾ ഉണ്ട് എന്നതാണ് വാസ്തവം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ ഇവന് ചൈനക്ക് ഇറാനേക്കാൾ കൂടുതൽ എണ്ണയും ഗ്യാസും നൽകി സഹായിക്കുന്നത്. അതിനാൽ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് ചൈനയുടെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങളെ വലിയ അപകടത്തിലാക്കി തീർത്തിരുന്നു. കൂടാതെ ചൈന ഇവിടെ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ചൈനയിലേക്ക് വരുന്ന എണ്ണയുടെ വലിയൊരു വിഭാഗം കടന്നു പോകുന്നത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന റീജിയനിലൂടെയാണ്. ഇറാന്റെ യുദ്ധത്തിലേക്കുള്ള കടന്നുവരവ് സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലൂടെ എണ്ണ കൊണ്ടുപോകുന്ന ചൈനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. അതുകൊണ്ട് ചൈന കരുതിയത് ഇറാനെ രക്ഷിക്കാൻ യുദ്ധത്തിൽ ചൈന ചേർന്നാൽ അത് അമേരിക്കയെയും അവരുടെ കൂട്ടാളികളെയും നേരിടുന്നതിന് തുല്യമാണ്. അങ്ങനെ വന്നാൽ അതിന്റെ അപകടം വളരെ വലുതാണെന്ന് ചൈനക്ക് നന്നായിട്ട് അറിയാം. അതായത് ജിയോ പൊളിറ്റിക്സിൽ വിശ്വാസ്യത റിസൾട്ട് ഉണ്ടാക്കില്ല. ബോംബുകൾ വീഴാൻ തുടങ്ങിയപ്പോൾ മോസ്കോയും ബെയ്ജിങ്ങും എടുത്ത തീരുമാനം ഒരേ രീതിയിലുള്ളതായിരുന്നു. ഇറാനിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, യുദ്ധം ഇറാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് നടത്തിക്കോട്ടെ എന്ന്.